ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം ഫ്ലവർ വൈസായിട്ടും നമുക്കൊരു ഇൻഡോർ പോട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമൻറ്റ് ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിനുവേണ്ടി 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പം രണ്ടും ഒരേ അളവ് തന്നെയാണ്. 15 സെൻറ്റിമീറ്റർ അതിൻ്റെ നീളവും അതിൻ്റെ വീതി എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്ററും. അപ്പോൾ അതിൽ ഒരു പീസിൽ ഞാൻ അതിൻ്റെ കോണോട് കോണ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ത്രികോണം കണക്ക് ഏകദേശം നമുക്ക് കട്ട് ചെയ്യുമ്പം കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു 8 പീസ് വേണ്ടി വരും. ത്രികോണം കണക്കത്തെ ഒരു 8 പീസും. ഇനി അടുത്ത് രണ്ടാമത്തെ പേപ്പറിൽ മാർക്ക് ചെയ്തത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗങ്ങൾ വരച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് സെൻറ്ററിൽ വീതി കുറഞ്ഞ സൈഡിൽ നിന്ന് കോണോട് കോണ് മാർക്കിനനുസരിച്ച് കട്ട് ചെയ്ത് വെളിവാക്ക് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാതെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിനെ അകത്തോട്ട് മടക്കി വയ്ക്കുക. അങ്ങനത്തെ ഒരു 4 പീസും കൂടെ. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പീസുകളെല്ലാം കറക്റ്റ് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ വലിയ പീസിൻ്റെ 2 സൈഡിലും നമ്മൾ കട്ട് ചെയ്ത ബാക്കി 8 ചെറിയ പീസുകൾ അതിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കയ്യിൽ വെച്ച് ഒട്ടിക്കാൻ പാടാണെങ്കിൽ നമുക്ക് മേശയിൽ വെച്ച് തന്നെ തിരിച്ചും മറിച്ച് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 8 പീസും ഒട്ടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ടൈറ്റ് ചെയ്ത് ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് അടച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടി സൈഡിൽ വെച്ചിട്ട് നമുക്ക് അതിനെയും കൂടെ അതിൻ്റെ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്ത് സെല്ലോ ടാപ്പിന് തന്നെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നാലും വിഷയമല്ല. ഒരുപാട് വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലവണ്ണം ടാപ്പിനെ ഒട്ടിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ചെറിയ കട്ടി കിട്ടത്തക്ക രീതിയിൽ. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ട് നല്ലവണ്ണം കറക്കിയെടുക്കുക. അതിൻ്റെ അകത്ത് സൈഡിൽ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഏകദേശം ഒരു നല്ലൊരു കട്ടി കിട്ടത്തക്ക രീതിയിൽ, ഒരുപാട് ലൂസായി പോവില്ല. അങ്ങനെ കറക്കിയെടുത്തിട്ട് നമുക്ക് പിന്നെ അത് നല്ലവണ്ണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇനിയിപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ലെയറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഏകദേശം ഒരു 8 ലെയറെങ്കിലും ഒഴിക്കാൻ നേരത്ത് നമുക്ക് ആവശ്യത്തിനുള്ളൊരു കട്ടി കിട്ടും അതിനകത്ത്. ഉണങ്ങുന്നതിനനുസരിച്ച് 8 തവണ കറക്റ്റ് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കി എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 2 ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കുക. ഏകദേശം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുള്ള ബാക്കി കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റി ആ പേപ്പറെല്ലാം എടുത്ത് മാറ്റിയിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 80ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്കതിൻ്റെ പുറത്തെ സൈഡ് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളവും ചെറിയ തടുപ്പും അങ്ങനെയുള്ള എല്ലാം നമുക്ക് 80ൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് പേപ്പർ പിടിച്ച് ഫിനിഷിങ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് 1-2 കോട്ട് ഇതിൻ്റെ പുറത്തൊന്ന് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് വൈറ്റ് സിമൻറ്റ് തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ പേപ്പർ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് വേണമെങ്കിൽ നമുക്ക് പേപ്പർ ഇടാം. അപ്പം പേപ്പറെല്ലാം ഇട്ട് തീർന്നിട്ട് 220ൻ്റെ പേപ്പറും കൂടെ ഉപയോഗിച്ച് ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. കളറിന് വേണ്ടി എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പം കളറെല്ലാം കൊടുത്തിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിക്കുമ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.